ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ അറിവിന്റെ തൂവെളിച്ചം കുരുന്നു ഹൃദയങ്ങളിൽ പകർന്നുകൊണ്ട് MLP സ്കൂൾ മൈലൂർ എന്ന കൊച്ചു ഗ്രാമത്തിന്റെ മണ്ണിൽ പ്രശോഭിതമായിട്ട് 73 വർഷങ്ങൾ പിന്നിടുന്നു. പാഠ്യേതര വിഷയങ്ങളിൽ വെന്നിക്കൊടി പാറിച്ച 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ആദരപൂർവ്വം സമർപ്പിക്കുന്നു. 1952 പ്രവർത്തനം ആരംഭിച്ച ഈ സ്കൂൾ വാരപ്പെട്ടി പഞ്ചായത്തിൽ 6-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്നു. കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന LP സ്കൂളായ ഇവിടെ ഈ വർഷം 1 മുതൽ 5 വരെ ക്ലാസ്സുകളിലായി 675 കുട്ടികളും പ്രീ പ്രൈമറി വിഭാഗത്തിൽ 225 കുട്ടികളും ഉൾപ്പെടെ 900 കുട്ടികളാണ് അധ്യയനം നടത്തുന്നത്. മാനേജ്മെന്റ് പുതുതലമുറയ്ക്ക് നൂതന ആശയങ്ങൾ പകർന്നു കൊടുക്കുന്നതിന് ലാഭേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെന്റാണ് നമ്മുടേത്. സ്കൂൾ മാനേജർ യൂസഫ് M. മുളാട്ട്, അഡ്മിനിസ്ട്രേറ്റർ ഷൈനി യൂസഫ്, മാനേജ്മെന്റ് പ്രതിനിധി MK ഇബ്രാഹിം എന്നിവരുടെ മേൽനോട്ടം സ്കൂളിന്റെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് വളരെ സഹായകമാണ്. പ്രവേശനോത്സവം അറിവിന്റെ അക്ഷരമുറ്റത്തെത്തിയ നവാഗതർക്ക് ഹർഷപുളകിതമായ വരവേൽപ്പാണ് ഒരുക്കിയിരുന്നത്. വിവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകളും തോരണങ്ങളും കൊണ്ട് അലങ്കരിച്ച സ്കൂൾ അങ്കണത്തിലേക്ക് കടന്നു വന്ന കുരുന്നുകളെ തൊപ്പിയും ബലൂണും നൽകി സ്വീകരിച്ചു. ഈ വർഷം LKGയിൽ 100 കുട്ടികളും 1-ാം ക്ലാസ്സിൽ 137 കുട്ടികളും പ്രവേശനം നേടി. പരിസ്ഥിതി ദിനാഘോഷം പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ജൂൺ 5-ന് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ KK ഹുസൈൻ വൃക്ഷത്തെ നടുകയും ക്ലാസ് അടിസ്ഥാനത്തിൽ പോസ്റ്റർ മത്സരവും ക്വിസ് മത്സരവും സംഘടിപ്പിക്കുകയും ചെയ്തു. തെരുവ് നായകളുടെ ആക്രമണം കൂടി വരുന്ന സാഹചര്യത്തിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 1 മുതൽ 5 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കായി പേപ്പട്ടി വിഷബാധയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് ജൂൺ 12-ന് സംഘടിപ്പിച്ചു. മെഹന്തി ഫെസ്റ്റ് ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മഹത്വം വിളിച്ചോതുന്ന ആഘോഷമായ നബിദിനത്തോടനുബന്ധിച്ച് 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി കളറിംഗ് മത്സരവും 3, 4, 5 ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി മൈലാഞ്ചി ഇടൽ മത്സരവും സംഘടിപ്പിച്ചു. വായിച്ചു വളരുക എന്ന സന്ദേശം കേരളമാകെ പ്രചരിപ്പിച്ച ശ്രീ PN പണിക്കരുടെ ജന്മദിനം വായനാ വാരാഘോഷമായി ആചരിച്ചു. വായനാ വാരാഘോഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നാടൻ പാട്ടു കലാകാരൻ ശ്രീ കലാഭവൻ സെൽവൻ മുഖ്യാതിഥിയായി. PTA പൊതുയോഗം 2024 ജൂൺ 25-ന് അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെ ആദ്യ പൊതുയോഗം ചേർന്നു. ഈ വർഷത്തെ PTA പ്രസിഡന്റായി ശ്രീ അബൂബക്കർ മാങ്കുളവും MBTA ചെയർപേഴ്സണായി ശ്രീമതി നസിയ റഷീദും തെരഞ്ഞെടുക്കപ്പെട്ടു. ചാന്ദ്രദിനത്തിന്റെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി 2024 ജൂലൈ 21-ന് സ്കൂൾ അസംബ്ലിയിൽ PSLVയുടെ വലിയ മാതൃക പ്രദർശിപ്പിക്കുകയും ക്ലാസ് അടിസ്ഥാനത്തിൽ ക്വിസ് മത്സരവും റോക്കറ്റുകളുടെ പ്രദർശനവും നടത്തി. സ്വാതന്ത്ര്യദിനം ഭാരതത്തിന്റെ 77ാമത് സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. PTA പ്രസിഡന്റ് ശ്രീ അബൂബക്കർ മാങ്കുളം അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ശ്രീ യൂസഫ് മുളാട്ട് പതാക ഉയർത്തുകയും മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു. കർഷക ദിനം കൃഷിയുടെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ചിങ്ങം 1 കർഷക ദിനമായി ആചരിച്ചു. പ്രസ്തുത ചടങ്ങിൽ ശ്രീ മൈദീൻ മാക്കിനാട്ട്, ശ്രീമതി തങ്കമ്മ രാഘവൻ എന്നീ കർഷക പ്രതിഭകളെ പൊന്നാടയണിച്ച് ആദരിച്ചു. വയനാട് ദുരന്തത്തിൽ മരിച്ചവരോടുള്ള ആദരസൂചകമായി തിരി തെളിയിക്കുകയും മൗനപ്രാർത്ഥന നടത്തുകയും ചെയ്തു. അധ്യാപക ദിനം ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ S. രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അതോടനുബന്ധിച്ച് കുട്ടികൾ അധ്യാപകരായി വേഷമിടുകയും ക്ലാസ് കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഓണാഘോഷം ഓണത്തിന്റെ സന്ദേശവും ഓണപ്പാട്ടുകളുടെ അകമ്പടിയുമായി
മാവേലി തമ്പുരാൻ എത്തിയതോടെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. പായസത്തോടുകൂടിയ ഓണസദ്യയും വിവിധ തരം മത്സരങ്ങളും ഉണ്ടായിരുന്നു. കേരളപ്പിറവി. കേരള സംസ്ഥാനം രൂപീകൃതമായതിന്റെ ഓർമ്മയ്ക്കായി നവംബർ 1 കേരളപ്പിറവി ദിനം സമുചിതമായി ആഘോഷിച്ചു. കേരളീയ വേഷത്തിലെത്തിയ കുട്ടികളും അധ്യാപകരും വർണ്ണാഭമായ കാഴ്ചയായിരുന്നു. കുട്ടികളാൽ ഗ്രൗണ്ടിൽ കേരളത്തിന്റെ മാതൃക തീർക്കുകയും ഓരോ ജില്ലയുടെയും പ്രത്യേകതകൾ വിവരിക്കുന്ന പ്ലക്കാർഡുകളുമായി കുട്ടികൾ കേരളത്തിനുള്ളിൽ അണിനിരക്കുകയും ചെയ്തു. കുട്ടികളാൽ തീർത്ത കേരളത്തിന്റെ മാതൃക കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു. ശിശുദിനം. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ രാഷ്ട്ര ശില്പികളെന്ന ഉത്തമ ബോധ്യമുണ്ടായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം നവംബർ 14 പ്രൗഢഗംഭീരമായ പരിപാടികളോടെ സ്കൂളിൽ ആഘോഷിച്ചു. ക്രിസ്തുമസ്. സമാധാന സന്ദേശവുമായി കടന്നുവന്ന ക്രിസ്തുദേവന്റെ ജന്മദിനമായ ക്രിസ്തുമസ് വളരെ ഭംഗിയായി ആഘോഷിച്ചു. വെള്ളയും ചുവപ്പും ധരിച്ചെത്തിയ കുട്ടികളും അധ്യാപകരും മനോഹരമായ കാഴ്ചയായിരുന്നു. അറബിക് ഭാഷാ ദിനം. ഈ വർഷത്തെ അന്താരാഷ്ട്ര അറബിക് ഭാഷാ ദിനാഘോഷം ഡിസംബർ 18 മൈലൂർ MLP സ്കൂളിൽ ഭംഗിയായി നടന്നു. സംസ്കൃത ദിനം. ശ്രാവണ മാസത്തിലെ പൗർണമി ദിനത്തിൽ ആഘോഷിക്കുന്ന സംസ്കൃത ദിനം 2024 സെപ്റ്റംബർ 6 പൂർവാധികം ഭംഗിയായി നടത്തി. മാലിന്യമുക്ത നവകേരള സൃഷ്ടിക്കായി ഹരിത കർമ്മസേന ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ മികവുകൾ മുൻനിർത്തി 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഹരിത കർമ്മസേനയുമായി അഭിമുഖം സംഘടിപ്പിച്ചു. സ്കൂൾ പോഷകാഹാര പദ്ധതി. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് സ്കൂൾ ന്യൂൺമീൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിവരുന്നു. സ്കൂൾ പാർലമെന്റ്. ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഭരണ സംവിധാനം ഇളം തലമുറയിലേക്ക് എത്തിക്കുന്നതിനായി വിദ്യാർത്ഥി പ്രതിനിധികളെ വോട്ടിങ്ങിലൂടെ തെരഞ്ഞെടുത്തു. സ്കൂൾ ലൈബ്രറിയും ക്ലാസ് ലൈബ്രറികളും. കുട്ടികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിനായി ഓരോ ക്ലാസ്സിലും ക്ലാസ് ലൈബ്രറികളും സ്കൂളിൽ നല്ല ഒരു സ്കൂൾ ലൈബ്രറിയും നിലവിലുണ്ട്. കമ്പ്യൂട്ടർ പരിശീലനം. 1ാം ക്ലാസ് മുതൽ എല്ലാ കുട്ടികൾക്കും കമ്പ്യൂട്ടർ പരിശീലനം നൽകി വരുന്നു. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ വിശാലമായ കമ്പ്യൂട്ടർ ലാബ് മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട്. കൈറ്റിന്റെ സഹായത്തോടെ നമ്മുടെ സ്കൂളിൽ പ്രൊജക്ടർ സൗകര്യമുള്ള 7 ക്ലാസ് റൂമുകളും അധ്യാപകർക്ക് 15 ലാപ്ടോപ്പുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. KG വിഭാഗം. കുട്ടികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയിൽ ഗുണപരമായ മാറ്റങ്ങൾക്ക് അടിത്തറയൊരുക്കുക എന്ന ലക്ഷ്യത്തിന്റെ ചവിട്ടുപടികളാണ് നമ്മുടെ KG ക്ലാസുകൾ. ഇതിനായി KG അധ്യാപകർ നടത്തുന്ന സേവനം എടുത്തു പറയേണ്ടതാണ്. പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി കളേഴ്സ് ഡേ, ഫ്രൂട്ട്സ് ഡേ എന്നീ പരിപാടികൾ നടത്തി. സൗദ ടീച്ചറിന്റെ നേതൃത്വത്തിൽ KG പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടന്നുവരുന്നു. സബ് ജില്ലാ മേളകൾ. ഒക്ടോബർ 15, 16 തീയതികളിൽ കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ വച്ച് നടന്ന ശാസ്ത്ര, ഗണിതശാസ്ത്ര, പ്രവൃത്തി പരിചയ മേളകളിൽ മികച്ച വിജയം നേടാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചു. നവംബർ 11 മുതൽ 15 വരെ കോട്ടപ്പടി മാറേലിയാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന സബ് ജില്ലാ കലോത്സവത്തിൽ LP വിഭാഗത്തിൽ ഓവറോൾ കിരീടവും അറബിക് കലോത്സവത്തിൽ തുടർച്ചയായി 20ാം തവണ ഓവറോൾ കിരീടവും കരസ്ഥമാക്കാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചു. സംസ്കൃതോത്സവത്തിലും മികച്ച പ്രകടനമാണ് നമ്മുടെ കുട്ടികൾ കാഴ്ചവെച്ചത്. ഒക്ടോബർ 7, 8 തീയതികളിൽ MA കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന സബ് ജില്ലാ കായികമേളയിൽ ഈ വർഷവും നമ്മുടെ കുട്ടികളുടെ പ്രകടനം മികച്ചതായിരുന്നു. ഇത്തവണ 24 കുട്ടികളെ പങ്കെടുപ്പിക്കുകയും നിരവധി ഇനങ്ങളിൽ സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. മത്സര പരീക്ഷകൾ. 2024 നടന്ന LSS പരീക്ഷയിൽ ഐമൻ K അഷ്റഫ്, മുഹമ്മദ് അഫ്രിൻ, മുഹമ്മദ് അഫ്താബ്, ശിവാനി ബിജു എന്നീ കുട്ടികൾ സ്കോളർഷിപ്പ് കരസ്ഥമാക്കി. ആരോഗ്യ പരിപാലനം. കുട്ടികളുടെ ആരോഗ്യ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നതിനായി 2 അധ്യാപകരുടെ നേതൃത്വത്തിൽ സ്കൂൾ ഹെൽത്ത് ക്ലബ്ബ് പ്രവർത്തിക്കുന്നു. സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഒരു നേഴ്സിന്റെ സേവനം നമ്മുടെ സ്കൂളിൽ ലഭ്യമാണ്. കാരുണ്യ പദ്ധതി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സ്വാന്തനമേകുന്നതിന് കാരുണ്യ പദ്ധതി ഈ സ്കൂളിൽ നടന്നുവരുന്നു.
ഈ അധ്യയന വർഷം ഇതുവരെ 41,000 രൂപ കുട്ടികളുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി ചിലവഴിച്ചിട്ടുണ്ട്. പഠനയാത്രകൾ. പഠനത്തോടൊപ്പം വിനോദവും വിജ്ഞാനവും എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ സ്കൂളിൽ ഈ വർഷവും പഠനയാത്രകൾ സംഘടിപ്പിച്ചു. സ്കൂൾ സ്പോർട്സ്. ഈ വർഷത്തെ വാർഷിക സ്പോർട്സ് മീറ്റും ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലും വാരപ്പെട്ടി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തി. വാർഡ് മെമ്പർ ശ്രീ KK ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ ടൂർണമെന്റ് 2024 ഡിസംബർ മാസത്തിൽ 4-5 ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സ്വതവേ ഫുട്ബോൾ കമ്പക്കാരായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്യാഹ്ലാദം നൽകിയ സന്ദർഭമായിരുന്നു ഇത്. ഭാഷാ പഠനം വൈവിധ്യങ്ങളോടെ. ഭാഷാ പഠനം മെച്ചപ്പെടുത്തുന്നതിനായി ഓരോ ക്ലാസ്സുകളിലും വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. രചനോത്സവം, പലഹാര പ്രദർശനം, കയ്യെഴുത്ത് മാസിക തയ്യാറാക്കൽ, ഹോം ടൂർ, ക്ലാസ്സിലൊരു സദ്യ, വിവിധ പ്രദർശനങ്ങൾ എന്നീ പരിപാടികൾ നടത്തി. കരാട്ടെ ക്ലാസ്. ജീവിതയാത്രയിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനുള്ള ആത്മവിശ്വാസം കുട്ടികളിൽ വളർത്തുന്നതിനായി ഈ വർഷം മുതൽ കരാട്ടെ ക്ലാസുകൾ ആരംഭിച്ചു. ശ്രീ രഞ്ജിത്ത് ജോസിന്റെ ഷിൻബുഖാൻ കരാട്ടെ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ശ്രീ ആഷിഖാണ് കുട്ടികളെ കരാട്ടെ പരിശീലിപ്പിക്കുന്നത്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യുന്നതിനും കുട്ടികളിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനുള്ള ആത്മവിശ്വാസം കൂട്ടുന്നതിനും വേണ്ടി ഈ വർഷം മുതൽ ഒരു പിരീഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനായി വിനിയോഗിക്കുന്നു. ഓരോ വർഷവും വലിയ ഒരു തുക സ്കൂൾ നടത്തിപ്പിന്റെ വിവിധ ആവശ്യങ്ങൾക്ക് മാനേജ്മെന്റ് ചെലവഴിക്കുന്നു. ഈ വർഷം സ്കൂൾ മെയിൻ്റനൻസിനായി 12,03,000 രൂപയും ബസ് മെയിൻ്റനൻസ് ഇനത്തിൽ 7,29,000 രൂപയും മാനേജ്മെന്റിൽ നിന്നും ചെലവഴിച്ചിട്ടുണ്ട്. കൂടാതെ KG ക്ലാസ്സുകളിലെ കുട്ടികളുടെ പഠനാവശ്യത്തിനായി 4 TVകളും മാനേജ്മെന്റ് നൽകിയിട്ടുണ്ട്. KG ഗ്രാജുവേഷൻ സെറിമണി. ഈ വർഷം UKG പഠനം പൂർത്തിയാക്കിയ 124 കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറിമണി 12/2/2025 ബുധനാഴ്ച നടത്തി. ഈ വർഷത്തെ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് 2025 ഫെബ്രുവരി 20 സ്കൂൾ മാനേജർ യൂസഫ് M. മുളാട്ട് പതാക ഉയർത്തി. അകലെ നിന്നും ഈ സ്കൂളിലെത്തുന്ന കുട്ടികളുടെ സൗകര്യാർത്ഥം മാനേജ്മെന്റ് 8 ബസ്സുകൾ 2 ഷെഡ്യൂളുകളായി ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനായി അതിരാവിലെ മുതൽ ആത്മാർത്ഥമായി ഞങ്ങളോട് സഹകരിക്കുന്ന ജീവനക്കാരോടുള്ള നന്ദി ഈ അവസരത്തിൽ പ്രത്യേകം അറിയിക്കുന്നു. തങ്ങളിൽ അർപ്പിതമായ കടമകൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കുന്ന അധ്യാപകരുടെ ഐക്യമാണ് ഈ സ്കൂളിന്റെ വിജയരഹസ്യം. പ്രീ പ്രൈമറി മുതലുള്ള എൻ്റെ എല്ലാ സഹപ്രവർത്തകരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. നീണ്ട 27 വർഷത്തെ സേവനത്തിന് ശേഷം ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ബീന ടീച്ചറോടുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ ഈ സ്ഥാപനത്തിനു വേണ്ടി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. സ്കൂൾ നടത്തിപ്പിന് ചുക്കാൻ പിടിക്കുന്ന മാനേജ്മെന്റ്, സേവന തൽപരതയോടെ ജോലി ചെയ്യുന്ന അധ്യാപക അനധ്യാപക ജീവനക്കാർ, ഇവരെ കൂട്ടിയിണക്കുന്ന പ്രവർത്തന നിരതരായ PTA എല്ലാവരുടെയും കൂട്ടായ ശ്രമഫലമാണ് ഈ സ്കൂളിന്റെ വിജയത്തിളക്കം. ഇതിന് സഹായിക്കുന്ന എല്ലാ നല്ലവരെയും, ഡിപ്പാർട്ട്മെന്റ് മേലധികാരികളെയും, ത്രിതല പഞ്ചായത്ത് ഭാരവാഹികളെയും, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരെയും, ഇത് ശ്രവിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു എന്ന് ജോസ് മാനുവൽ, ഹെഡ്മാസ്റ്റർ.